നിനക്കു നൽകാൻ ലോകെ നടന്നപ്പോൾ മറന്നു നാഥ. ഈ ഹൃദയം നിനക്കു നൽകാൻ ലോകെ നടന്നപ്പോൾ മറന്നു നാഥ. ഈ ജീവിതം ഇനിയും ഞാൻ വ്യർത്ഥമാക്കുവാൻ ഇടവരാതെ നിൻ സ്നേഹത്താൽ വീണ്ടെടുത്തു. ഈ ജീവിതം ഇനിയും ഞാൻ വ്യർത്ഥമാക്കുവാൻ ഇടവരാതെ നിൻ സ്നേഹത്താൽ വീണ്ടെടുത്തു. ലോകരാരുമേ കണ്ടതില്ല എൻ്റെ ഹൃദയത്തിൻ നൊമ്പരങ്ങൾ. ലോകമിനിയും തന്നതില്ല ഈ ഹൃദയത്തിൻ ആഗ്രഹങ്ങൾ. ലോകരാരുമേ കണ്ടതില്ല എൻ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ. ലോകമിനിയും തന്നതില്ല ഈ ഹൃദയത്തിൻ ആഗ്രഹങ്ങൾ. യേശു എന്നെ തേടി വന്നു, പുതുബലം നൽകി അനുഗ്രഹിച്ചു. യേശു എന്നെ തേടി വന്നു, പുതുബലം നൽകി അനുഗ്രഹിച്ചു. ഈ ജീവിത നാളുകളെല്ലാം അങ്ങേ പാടി സ്തുതിച്ചിടും ഞാൻ. ഈ ജീവിത നാളുകളെല്ലാം അങ്ങേ പാടി സ്തുതിച്ചിടും ഞാൻ. ലോകരാരുമേ കണ്ടതില്ല എൻ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ. ലോകമിനിയും തന്നതില്ല ഈ ഹൃദയത്തിൻ ആഗ്രഹങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൺവെൻഷൻ്റെ 3-ാം രാത്രിയും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് കേൾക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ആമേൻ, ഒരു അടിച്ചുപൊളി പ്രസംഗമൊന്നും നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കണ്ട. ഹല്ലേലൂയ, ആമേൻ. ഒരു പ്രസംഗം, ഹല്ലേലൂയ, ആമേൻ, എങ്ങനെ ആയിരിക്കണം? ഹല്ലേലൂയ, അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഒരു പ്രസംഗം അത് എങ്ങനെയുള്ളതായിരിക്കണം? ഹല്ലേലൂയ, ആമേൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസംഗിക്കാൻ എല്ലാവർക്കും ഒക്കെ കഴിയും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പ്രസംഗം കേട്ട് സന്തോഷത്തോടു കൂടി നമ്മൾ വീട്ടിൽ പോകും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ എന്ന് നിങ്ങളോട് പറയുന്നത്, ഹല്ലേലൂയ, ഒരു അടിപൊളി പ്രസംഗമൊക്കെ കേട്ട് ഹല്ലേലൂയ ആരാധിച്ച് ഹല്ലേലൂയ വീട്ടിൽ പോകുന്നതിനേക്കാൾ ഹല്ലേലൂയ നിന്നെ ചിന്തിപ്പിക്കുന്ന ചിലത് കൂടെ നീ കേൾക്കണം. ഹല്ലേലൂയ, ആമേൻ. നാം ഹല്ലേലൂയ ആ കേട്ട പ്രസംഗം, ഹല്ലേലൂയ, ഇന്ന് കേട്ടത്, ഹല്ലേലൂയ, അത് ആമേൻ, ഹല്ലേലൂയ, മുന്നമേ കേട്ടതിൽ നിന്നും ഹല്ലേലൂയ ഇത്തിരി ചിന്തിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തിൽ ഹല്ലേലൂയ നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മെ ആകർഷിപ്പിക്കുന്ന ഒരു വാക്ക് കൂടെ ഹല്ലേലൂയ ഒന്ന് കേൾക്കണം. ഹല്ലേലൂയ, ആമേൻ. മരണത്തെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ? മരണത്തെ ഇഷ്ടപ്പെടുന്ന ആരും കാണില്ല. ഹല്ലേലൂയ, ആമേൻ. ജീവിക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ജീവിക്കാനാണ് ദൈവം ഹല്ലേലൂയ ജീവൻ നൽകി ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. എന്നാൽ ഒരു വ്യക്തി ജനിക്കുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ മരണവും കൂടെ ജനിക്കുന്നു. ഹല്ലേലൂയ,
ആമേൻ, ഓരോ ദിനം കഴിയുന്തോറും ജനന ദിനത്തിൽ നിന്ന് അകലുകയും മരണദിനത്തോട് അടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസ് 16:19 മുതൽ നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ധനവാനെയും ലാസറിനെയും കുറിച്ച് കാണാം. ഹല്ലേലൂയ. ധനവാൻ സ്വർഗത്തിൽ പോയോ? ധനവാൻ ഹല്ലേലൂയ തന്റെ ധനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ ലാസർ ഹല്ലേലൂയ ഒരു ദരിദ്രനായിരുന്നു. ഹല്ലേലൂയ. തനിക്ക് ആഡംബര ജീവിതങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. തനിക്ക് കഴിക്കാൻ നല്ല രീതിയിൽ ഒരു ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ തന്റെ സ്രഷ്ടാവ് തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നല്ലൊരു ഭക്ഷണം ഇല്ലെങ്കിലും ഹല്ലേലൂയ തനിക്ക് നല്ലൊരു കിടപ്പാടം ഇല്ല എങ്കിലും ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ചെയ്ത ഒരു കാര്യം ഹല്ലേലൂയ തന്റെ സ്രഷ്ടാവിനെ ഹല്ലേലൂയ ആമേൻ മുറുകെ പിടിക്കാൻ ഇടയായി. ഹല്ലേലൂയ. തനിക്ക് വന്ന പ്രതികൂല വേളകളിലും ഹല്ലേലൂയ ആരും ഹല്ലേലൂയ കൂടെ ഇല്ലാത്ത നേരത്തും ഹല്ലേലൂയ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഹല്ലേലൂയ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഹല്ലേലൂയ നുറുക്കുകൾ ഭക്ഷിക്കാൻ കാത്തിരുന്ന സമയത്തും ഹല്ലേലൂയ തനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ വിളിച്ച ദൈവം തന്നെ വിളിച്ച ദൈവം ഹല്ലേലൂയ, ആമേൻ, താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ വാക്ക് മാറുന്നവനല്ല എന്ന വിശ്വാസം ഹല്ലേലൂയ തനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആമേൻ അടിയുറച്ച് ജീവിച്ച ഹല്ലേലൂയ ആ ദരിദ്രനായ ഒരു ലാസർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ലാസറിനെ കുറിച്ച് നമുക്കറിയാം. ആമേൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ, ആമേൻ. ചർച്ചിൽ പോകുന്ന അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കൺവെൻഷൻ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ഒത്തിരി പേർ പ്രസംഗിക്കുന്ന വിഷയമാണ് സ്വർഗവും നരകവും. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നീ ജനിച്ചാൽ ഒരു മരണമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ആ സ്വർഗം ആമേൻ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. ഹല്ലേലൂയ, ആമേൻ. എങ്ങനെ പോകാൻ പറ്റും? ഹല്ലേലൂയ, ആമേൻ. പാപപ്രവൃത്തിയിൽ നിന്നും ഹല്ലേലൂയ പിന്തിരിയുക. ഹല്ലേലൂയ. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. ഹല്ലേലൂയ. ആരോടും ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, അസൂയ ഇല്ലാതെ ഹല്ലേലൂയ ആരോടും അസൂയ ഇല്ലാതെ ഹല്ലേലൂയ എല്ലാവരെയും തന്നെ പോലെ സ്നേഹിക്കാനുള്ള ഉള്ളൊരു ഹൃദയം ഹല്ലേലൂയ ഉണ്ടാക്കിയെടുക്കുക. ഹല്ലേലൂയ. പാപപ്രവർത്തികളിൽ നിന്നും ഹല്ലേലൂയ പിന്മാറി നിൽക്കുക. ഹല്ലേലൂയ, ആമേൻ, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മരണത്തെക്കുറിച്ച് ഞാൻ ചില വാക്കുകൾ പറയാം. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? ആമേൻ, ഹല്ലേലൂയ. അതാ ഒരു അടിച്ചുപൊളി പ്രസംഗമാണ് ആവശ്യം. ഹല്ലേലൂയ, ആമേൻ. ഒന്ന് ചിന്തിക്കുന്ന ഒരു പ്രസംഗം. ഹല്ലേലൂയ, ആമേൻ. ചില വാക്കുകൾ ഹൃദയത്തിൽ പതിയട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഓ എൻ്റെ മരണമേ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെയും ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. ആ കണ്ണുനീരിനാൽ നനയുന്ന ദിവസം, എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ ബന്ധുക്കളുടെയും കണ്ണുനീർ ഹല്ലേലൂയ തൂകുന്ന ദിവസം, എൻ്റെ മരണവാർത്തയറിഞ്ഞ് എനിക്ക് അനുശോചനം ചൊല്ലുന്ന ദിവസം. ആമേൻ, ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ആമേൻ ഒത്തിരി പറയാനുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മരിച്ച് ഹല്ലേലൂയ ശവമഞ്ചവുമായി ഹല്ലേലൂയ പോകുമ്പോൾ ഹല്ലേലൂയ ബാക്കിൽ ഹല്ലേലൂയ ഒരു നിലവിളി ഉയരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ജനിക്കുമ്പോൾ ഒരു കരച്ചിലുണ്ടാകും, അല്ലേ? ജനിക്കുന്ന കുഞ്ഞ് കരയും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഹല്ലേലൂയ മരിച്ച് നമ്മുടെ ശവമഞ്ചവുമായി ഹല്ലേലൂയ ആമേൻ ആൾക്കാർ നമ്മുടെ ശവമഞ്ചവും ഏന്തി പോകുമ്പോൾ ഹല്ലേലൂയ നമ്മളല്ല കരയുന്നത്, നമുക്ക് വേണ്ടി മറ്റു ചിലർ കരയും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനെ ഓർത്ത് ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ നമ്മൾ കരയാൻ തയ്യാറായാൽ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ മരണം കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആ ജീവൻ ഹല്ലേലൂയ മരണം കഴിഞ്ഞുള്ള ജീവിതം ഹല്ലേലൂയ സ്വർഗത്തിൽ ആമേൻ എത്തിക്കണമെങ്കിൽ ഹല്ലേലൂയ
ആ സൃഷ്ടാവായ ദൈവത്തിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എൻ്റെ മരണമേ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെയും ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. ആ കണ്ണുനീരിനാൽ നിറയുന്ന ദിവസം, എൻ്റെ മരണവാർത്തയറിഞ്ഞ് എനിക്ക് അനുശോചനം ചൊല്ലുന്ന ദിവസം. ആമേൻ. ഫ്രീക്കന്മാരായ കൂട്ടുകാരെ കൊണ്ടൊന്നും ഉപഹാരമില്ലാത്ത എന്നാൽ ചങ്കായ കൂട്ടുകാരന്മാരുടെ ചങ്ക് തകരുന്ന ദിവസം, നാം വാങ്ങിയ പുതിയ വസ്ത്രങ്ങൾ അയയിന്മേൽ കിടന്ന് നമ്മെ പരിഹസിക്കുന്ന ദിവസം, എൻ്റെ റൂം എന്ന് നാം അഹങ്കാരത്തോടെ പറഞ്ഞു നടന്ന നമ്മുടെ റൂമിൽ നമ്മുടെ അനുവാദമില്ലാതെ മറ്റുള്ളവർ നമ്മെ കാണാൻ തിക്കും തിരക്കും കൂട്ടുന്ന ദിവസം, അടിപൊളിയായി ജീവിച്ചിരുന്ന എന്നെ ജഡമെന്ന് പറയുന്ന ദിവസം, ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഗ്യാരണ്ടിയും വാറണ്ടിയും തീർന്ന, ഹല്ലേലൂയ, ഗ്യാരണ്ടിയും വാറണ്ടിയും തീർന്ന നമ്മുടെ ജീവിതത്തിൽ ഗ്യാരണ്ടിയും വാറണ്ടിയും മാത്രം ഉള്ള വസ്തുക്കൾ വാങ്ങി നമ്മുടെ ഗ്യാരണ്ടി തീർന്ന ദിവസം, എന്നിട്ടോ നിത്യം തേക്കുന്ന സോപ്പ് കൊണ്ടല്ലാതെ ആരൊക്കെയോ കുളിപ്പിച്ച് വെള്ളത്തുണിയിൽ നമ്മെ പൊതിഞ്ഞു വയ്ക്കുന്ന ദിവസം, മുടി ചീകാതെ, ക്രീം തേക്കാതെ, ജെൽ തേക്കാതെ, ആമേൻ, ശവപ്പെട്ടിക്കുള്ളിൽ ഇറക്കി വയ്ക്കുന്ന ദിവസം, അപ്പാനെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിച്ച ബൈക്കിന് പകരം നമ്മുടെ അവസാന വാഹനമായ ശവമഞ്ചത്തിൽ ഇറക്കി വയ്ക്കുന്ന ദിവസം, ആമേൻ, ഹല്ലേലൂയ, അവസാന ആമേൻ വാഹനമായ നമ്മുടെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുന്ന ദിവസം, ഹല്ലേലൂയ, ആമേൻ, ജീസസ്, ആമേൻ. നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ ആ കുഴിയിൽ ഇറക്കി വെച്ചേച്ച്, ആമേൻ, കണ്ണീരും വീഴ്ത്തി നാം കിടക്കുന്നത് നോക്കി നടന്നകലും. ഹല്ലേലൂയ. കഴിഞ്ഞില്ലേ എല്ലാം? ഇന്നലെ വരെ നീ പേര് കേട്ട വലിയ കമ്പനിയിലെ ഓഫീസറായിരുന്നു, വലിയ മാനേജറായിരുന്നു. എന്നിട്ടോ ഇന്ന് നീ ശവമാണ്, വെറും ശവം. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ നീ നന്മ ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുക, ദൈവവചനം അനുസരിക്കുക. ഹല്ലേലൂയ. കാരണം ആ വല്ലാത്ത ദിവസം ഒന്ന് കടന്നു വന്നാൽ, ഹല്ലേലൂയ, ഒന്ന് അനുതപിക്കാനോ, ഹല്ലേലൂയ, ആമേൻ, ഒരു ഏറ്റുപറച്ചിലിനോ നിനക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ സമ്മാനിക്കുക. ഹല്ലേലൂയ. നല്ല ബന്ധങ്ങളിൽ ഏർപ്പെടുക. ഹല്ലേലൂയ. സൃഷ്ടാവാൻ ദൈവത്തിനെ, ഹല്ലേലൂയ, അറിയാൻ, ആമേൻ, ആഗ്രഹിക്കുക. ആ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. വല്ലാത്ത ദിവസം ഒന്ന് കടന്നു വന്നാൽ നിനക്ക്, ഹല്ലേലൂയ, ആമേൻ, ആ ദൈവത്തോട് പൊരുത്തപ്പെടാൻ, ഹല്ലേലൂയ, നിനക്ക് സാധിക്കയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, മരണത്തെ, ഹല്ലേലൂയ, പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. മരണം, ഹല്ലേലൂയ, അത് ആമേൻ, നമ്മെ, ഹല്ലേലൂയ, കൊണ്ടുപോകും എന്ന് ഉറപ്പുള്ള ഒന്നേ ഉള്ളൂ, അത് മരണമാണ്. ഹല്ലേലൂയ. നാം ജനിക്കുന്നതോടൊപ്പം നമ്മോട് കൂടെ ജനിക്കുന്നത് ആ മരണം. ഹല്ലേലൂയ, ആമേൻ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 16:19 ഇങ്ങനെ പറയുന്നു: ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ലാസർ എന്നൊരു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ഹല്ലേലൂയ. ലാസർ, ഹല്ലേലൂയ, വ്രണം നിറഞ്ഞവനായിരുന്നു. ഹല്ലേലൂയ. തനിക്ക് ആഡംബര ജീവിതങ്ങളോ, ഹല്ലേലൂയ, നല്ലൊരു വസ്ത്രമോ ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ, ഹല്ലേലൂയ, താഴോട്ട് നോക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എല്ലാവർക്കും, ഹല്ലേലൂയ, സുപരിചിതമായ വേദഭാഗമാണത്. ഹല്ലേലൂയ, ആമേൻ, ജീസസ്, ഹല്ലേലൂയ. ഈ ധനവാനായ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവൻ ആഡംബരത്തോടുകൂടെ ഭക്ഷണവും ഭക്ഷിച്ച്, ആമേൻ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഇട്ട്, ഹല്ലേലൂയ, താൻ സുഖിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ദരിദ്രനായ മനുഷ്യൻ മരിച്ച്, ഹല്ലേലൂയ, സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. ഹല്ലേലൂയ. എന്നാൽ ദിവസങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ഈ ധനവാനായ മനുഷ്യനും മരിച്ചു. ധനവാനായ മനുഷ്യൻ മരിച്ചു പോയത് നരകത്തിലേക്കായിരുന്നു. താൻ നരകത്തിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ അബ്രഹാമിന്റെ മടിയിൽ ഒരു വ്യക്തി ഇരിക്കുന്നത് താൻ കണ്ടു. ഹല്ലേലൂയ. അത് തൻ്റെ വീടിന്റെ പടിക്കൽ, ഹല്ലേലൂയ, കിടന്നിരുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. വ്രണം ബാധിച്ച്, ഹല്ലേലൂയ, തൻ്റെ വ്രണങ്ങൾ, ഹല്ലേലൂയ, നായ പോലും വന്ന് നക്കുമാറുണ്ടായിരുന്നു. ഹല്ലേലൂയ. നായ നക്കുമ്പോൾ താൻ അതിൽ ആശ്വാസം കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്നാൽ, ഹല്ലേലൂയ, ആമേൻ, താൻ മരിച്ച്, ഹല്ലേലൂയ, പോയത്, ഹല്ലേലൂയ, സ്വർഗത്തിലോട്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ധനവാൻ ധനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ, ഹല്ലേലൂയ, സുഖ ജീവിതം നയിച്ചപ്പോൾ, ഹല്ലേലൂയ, താൻ അറിഞ്ഞില്ല, ഹല്ലേലൂയ, മരണാനന്തരം ഒരു പുനരുത്ഥാനമുണ്ട്. ഹല്ലേലൂയ. ഒരു ജീവനുണ്ട്. ഹല്ലേലൂയ.
ആമേൻ സ്വർഗവും നരകവും ഉണ്ടെന്നുള്ള കാര്യം താൻ ഹല്ലേലൂയ ചിന്തിക്കാതെ ഹല്ലേലൂയ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഹല്ലേലൂയ മറന്ന് ഹല്ലേലൂയ ലോകത്തിൽ ലോകപ്രകാരം ജീവിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ ഒന്നുമില്ലായിരുന്നിട്ടും ഹല്ലേലൂയ ആമേൻ ഒരു അഡ്രസ് ഇല്ലായിരുന്നിട്ടും ഹല്ലേലൂയ ആമേൻ ഭക്ഷിക്കാൻ ഭക്ഷണം പോലും കിട്ടാത്ത ഒരു വ്യക്തി ഹല്ലേലൂയ തൻ്റെ സൃഷ്ടാവിനെ ഹല്ലേലൂയ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ ആമേൻ. ആ വ്യക്തി ഹല്ലേലൂയ മരിച്ച് സ്വർഗത്തിലെത്താൻ ഹല്ലേലൂയ ഇടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ. സ്വർഗം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന സാറാഫുകൾ ഉള്ള സ്ഥലം. ഹല്ലേലൂയ എപ്പോഴും പാട്ടും പ്രാർത്ഥനയുമുള്ള സ്ഥലം. ഹല്ലേലൂയ നരകം ഹല്ലേലൂയ ആമേൻ കെടാത്ത തീയും പുഴുവുമുള്ള ഹല്ലേലൂയ ആമേൻ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലം. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം ഹല്ലേലൂയ നമ്മുടെ മരണശേഷം നാം എവിടെ പോകണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഹല്ലേലൂയ നമ്മുടെ ജീവിത പ്രകാരം നമുക്കത് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ പാപത്തെ ഉപേക്ഷിച്ചാൽ ഹല്ലേലൂയ ആമേൻ ജഡ സ്വഭാവങ്ങൾ ഹല്ലേലൂയ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായാൽ ആമേൻ നിനക്കൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ ആമേൻ ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കൂടെയല്ല മരിക്കുന്ന നേരത്ത്, കൂടെയല്ല ജനിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. ഹല്ലേലൂയ. നമ്മൾ ആരുടെയും കൂടെയല്ല ജനിക്കുന്നത്. ഹല്ലേലൂയ. ആരുടെ കൂടെയുമല്ല ഹല്ലേലൂയ നമ്മൾ മരിക്കുന്നതും. ഹല്ലേലൂയ. എന്നാൽ ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സമയം ആമേൻ ഹല്ലേലൂയ മധ്യയുള്ള സമയം ഹല്ലേലൂയ നമ്മൾ എന്തിനാണ് ഹല്ലേലൂയ മത്സരിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. നമുക്ക് ഒന്നും ഹല്ലേലൂയ കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയത്തില്ല. ഹല്ലേലൂയ ആമേൻ. ഉണ്ണുവാനും ഒടുക്കുവാനും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത് മതിയെന്ന് വെക്കാനാണ് ഹല്ലേലൂയ ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ നമ്മൾ ഒന്നും മത്സരിച്ചു കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ഹല്ലേലൂയ ആമേൻ. സൃഷ്ടാവിനെ ആമേൻ ഹല്ലേലൂയ ആരാധിക്കാൻ നീ തയ്യാറായാൽ ഹല്ലേലൂയ നിന്റെ മരണം ഹല്ലേലൂയ അത് നിനക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ പിന്നത്തേതിൽ നീ വേദനിക്കേണ്ടത് വരത്തില്ല. ഹല്ലേലൂയ ആമേൻ ജീസസ്. ഹല്ലേലൂയ നിനക്ക് ഭൂമിയിൽ ഹല്ലേലൂയ ഒന്നും തന്നെ ഹല്ലേലൂയ മറ്റുള്ളവർ കാണുമ്പോൾ ഹല്ലേലൂയ വലിയ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ലായിരിക്കും. ഹല്ലേലൂയ നല്ലൊരു വലിയൊരു വീടൊന്നും കിട്ടത്തില്ലായിരിക്കും. ഹല്ലേലൂയ എന്നാൽ നിന്റെ ഉള്ളിൽ ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ ഹല്ലേലൂയ ക്രിസ്തുവിനെ നിനക്ക് പിടിക്കാൻ പറ്റിയാൽ ഹല്ലേലൂയ ആമേൻ നിന്റെ മരണം കൊണ്ട് ഹല്ലേലൂയ ആമേൻ നിന്റെ മരണം കൊണ്ട് ഹല്ലേലൂയ നിനക്ക് വലിയൊരു വിജയം നേടാൻ കഴിയും. ഹല്ലേലൂയ നല്ലൊരു സ്വർഗം നിനക്ക് നേടാൻ കഴിയും. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ നിന്നെ കളിയാക്കിയവർ ഹല്ലേലൂയ മരിച്ച് നരകത്തിൽ പോകുമ്പോൾ ഹല്ലേലൂയ നീ സ്വർഗത്തിൽ ഹല്ലേലൂയ തന്റെ അപ്പനോടൊപ്പം ഇരുന്ന് ഹല്ലേലൂയ ആഘോഷത്തോടെ പ്രാർത്ഥനയോടെ പാട്ടോടും കൂടി എവിടെ ഇരിക്കുന്നത് അവർ കാണാൻ ഇടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ ആമേൻ ഒരു ആമേൻ ഹല്ലേലൂയ പക്ഷികളുടെ ഹല്ലേലൂയ ഒരു കൂട്ടം വെച്ചു. ഹല്ലേലൂയ ഇതുപോലെ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ മനുഷ്യർ ആമേൻ ദൈവത്തെ ആരാധിക്കാൻ ആമേൻ കൂടി വന്നിരിക്കുന്നത് പോലെ ഹല്ലേലൂയ പക്ഷികളുടെ കൂട്ടം വെച്ചു. ഹല്ലേലൂയ ആമേൻ പക്ഷികളുടെ കൂട്ടം വെച്ച ഒരു സമയമൊക്കെ ഹല്ലേലൂയ നിശ്ചയിച്ചു. ഹല്ലേലൂയ ആമേൻ ആ സമയത്ത് ഹല്ലേലൂയ എല്ലാ പക്ഷികളും വരണം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ അങ്ങനെ ആ സമയം വന്നു. ഹല്ലേലൂയ ആ സമയത്ത് ഹല്ലേലൂയ മഴയായിരുന്നു. ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ മഴയായിരുന്നു. ഹല്ലേലൂയ ഈ പക്ഷികളുടെ കൂട്ടത്തിന് ഓരോ പക്ഷികളും വന്നു. ഹല്ലേലൂയ മഴയായത് കൊണ്ട് ഹല്ലേലൂയ തങ്ങളെല്ലാം ഹല്ലേലൂയ നനഞ്ഞാണ് വന്നത്. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ആമേൻ ഒരു പക്ഷി മാത്രം ഹല്ലേലൂയ നനയാതെ വന്നു. ഹല്ലേലൂയ എങ്ങനെ വരാൻ പറ്റി? ഹല്ലേലൂയ അത് കഴുകാനായിരുന്നു. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഹല്ലേലൂയ തന്നെ ആമേൻ സൃഷ്ടാവൻ ദൈവത്തെ ആരാധിക്കാൻ ഹല്ലേലൂയ ആമേൻ നമ്മളൊരു തീരുമാനമെടുത്താൽ ഹല്ലേലൂയ ഏത് പ്രതികൂല സമയത്തും ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ചെന്നെത്തണം. ഹല്ലേലൂയ അതൊരു മഴ നിനക്കൊരു തടസ്സമാകരുത്. ഹല്ലേലൂയ അവൻ കഴുകൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഹല്ലേലൂയ കഴുകനോട് ചോദിച്ചപ്പോൾ മറ്റു പക്ഷികളെല്ലാം ചോദിച്ചു ഹല്ലേലൂയ നീ മാത്രം എന്ത് നനഞ്ഞില്ല? ഹല്ലേലൂയ അപ്പോൾ കഴുകൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഹല്ലേലൂയ ആമേൻ നല്ല മഴയായിരുന്നു, നല്ല കാർമേഘമുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഈ കാർമേഘം കണ്ടപ്പോൾ ഹല്ലേലൂയ ആമേൻ എൻ്റെ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ ഞാൻ കാർമേഘത്തിന്റെ മേലെ പറന്നു. ഹല്ലേലൂയ ആമേൻ. ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ നിനക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ നീ സൃഷ്ടാവൻ ദൈവത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആമേൻ നിനക്കെതിരെ വരുന്ന പ്രതികൂലങ്ങൾക്ക് മീതെ പറക്കാനുള്ള ഒരു അഭിഷേകം ഓ റിവാന ശംദരധന ഹബുന റവന റിവന വൈഡമന ഹബുന റഗമന ശംദരധന. പ്രേ ടു ജീസസ്. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. ഏത് പ്രതികൂലങ്ങൾക്ക് മീതെയും പറന്നുയരാനുള്ള ഒരു അഭിഷേകം
യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഗ്ലോറി. ഓ റിബാന ശംധരാധന അതുന റബന റീകവ രക്ഷപരംദന വൈഡവ റീബ റിഗന രഗനം ധേരം ജുഡവ രഗമന ഹദുരബ റീകവ രക്ഷപരംദേ. Pray to Jesus. Hallelujah, hallelujah, hallelujah. Glory, hallelujah, hallelujah. നസ്രാനായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ പകർന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ ആമേൻ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ ശരീരത്തിൽ തിളച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, നിനക്കെതിരെ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഹല്ലേലൂയ, നിനക്കെതിരെ ആരെല്ലാം ഉയർന്നു നിന്നാലും, ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയാൽ നടക്കാത്ത, ആമേൻ, ഒന്നുമേ ഇല്ല. ആമേൻ, ആമേൻ, ആമേൻ. ഗ്ലോറി, ഹല്ലേലൂയ. നമുക്കൊരു ആയുധം, ഹല്ലേലൂയ, ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇതാണ് ആ ആയുധം. ഹല്ലേലൂയ. ബൈബിൾ നമ്മുടെ ആയുധമാണ്. ഹല്ലേലൂയ. സ്നേഹത്തിൻ ദൂത് ഇതിലുണ്ട്. ഹല്ലേലൂയ, ആമേൻ. കാൽവരി തന്നുടെ ഗിരിമുകളിൽ ക്രിസ്തു ചിന്തിയ രക്തത്താൽ വാർത്തെടുത്തൊരു സുവിശേഷമുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അത്, ഹല്ലേലൂയ, മാനവരാശി, ഹല്ലേലൂയ, ജീവിച്ചിരിക്കുന്നിടത്തോളം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ കാൽവരിയുടെ മണ്ണിൽ ചൊരിയപ്പെട്ട രക്തത്തിന്റെ വില അത് മനുഷ്യർ അറിഞ്ഞുകൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. രക്തത്തിൽ, ആമേൻ, വാർത്തെടുത്ത അനേകം പേരുണ്ട് ദൈവത്തെ കുറിച്ച് വിളിച്ചു പറയാൻ. ഹല്ലേലൂയ. അവർ ഹേതം വന്നാലും പിന്മാറുന്നവരല്ല. ആമേൻ, ഗ്ലോറി. മരണത്തെ പേടിക്കുന്നവരല്ല. ഹല്ലേലൂയ. ആറടി മണ്ണ്, ഹല്ലേലൂയ, പേടിയുള്ളവരല്ല അവർ. റിബാന ശംധരാധര. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, praise the Lord. Amen, amen, amen. അവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, മരിക്കേണ്ടി വന്നാലും അത് ലാഭമെന്ന് ആമേൻ എണ്ണുന്നവരാണ് അവർ. ഹല്ലേലൂയ. തന്റെ മരണം, ഹല്ലേലൂയ, അത് ലാഭമെന്ന് എണ്ണുന്നവരാണ് അവർ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ആമേൻ. ഗ്ലോറി, ഹല്ലേലൂയ, ആമേൻ. ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ, ആമേൻ. പല വസ്തുക്കളുണ്ട്. ഇരുമ്പുണ്ട്, കാറ്റുണ്ട്, ഹല്ലേലൂയ, സൂര്യനുണ്ട്, ആമേൻ, സൂര്യനുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ചോദിക്കാം, ഹല്ലേലൂയ, ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ. നമുക്ക് ഇരുമ്പിനോട് ചോദിക്കാം, ഹല്ലേലൂയ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അപ്പോൾ ഇരുമ്പ് പറയും, ഹല്ലേലൂയ, ഞാൻ, ഹല്ലേലൂയ, ബലവാനൊക്കെയാ. ഹല്ലേലൂയ. എന്നാൽ, ഹല്ലേലൂയ, ഈ തീ കണ്ടോ? ഹല്ലേലൂയ. ഈ തീയിലേക്ക് എന്നെ അമ്മ എടുത്തിടുമ്പോൾ, ഹല്ലേലൂയ, ആ തീയുടെ ചൂട്, ഹല്ലേലൂയ, അടിച്ചിട്ട് എനിക്കത് അമ്മേൻ താങ്ങാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഞാനല്ല ബലവാൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തീയോട് ചോദിക്കാം, തീയെ, നീയാണോ ഈ ലോകത്തിലെ ബലവാൻ? ഹല്ലേലൂയ, ആമേൻ. തീ പറയും, ഹല്ലേലൂയ, ആ കാണുന്ന ജലം കണ്ടു, അത് അമ്മ എൻ്റെ ദേഹത്തേക്ക് കോരി ഒഴിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ കെട്ടുപോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ജലമേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ. ജലം പറയും, ആ കാണുന്ന സൂര്യനെ കണ്ടു, ഹല്ലേലൂയ, ആ സൂര്യന്റെ ചൂട്, ഹല്ലേലൂയ, എന്നിലേക്ക് വന്ന് പതിക്കുമ്പോൾ ഞാൻ ക്രമേണ, ഹല്ലേലൂയ, നഷ്ടമായി പോകുന്നു. ഹല്ലേലൂയ, ആമേൻ. ആ സൂര്യനോട് നമുക്ക് ചോദിക്കാം, സൂര്യനെ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ. സൂര്യൻ പറയും, ഹല്ലേലൂയ, ദേ ഈ കാർമേഘം കണ്ടോ, ഞാൻ, ഹല്ലേലൂയ, നല്ല രീതിയിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ ആ കാർമേഘം വന്ന്, ഹല്ലേലൂയ, എന്നെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ മേഘത്തിനോട് ചോദിക്കാം, മേഘമേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ. ആ മേഘം പറയും, ഹല്ലേലൂയ, ഒരു കാറ്റുണ്ട്, ആ കാറ്റ് കടന്നു വന്ന് എന്നിലേക്ക് അടിക്കുമ്പോൾ ഞാൻ, ഹല്ലേലൂയ, മാഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ കാറ്റിനോട് ഞാൻ ചോദിക്കുന്നു, ഹല്ലേലൂയ, കാറ്റ്, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ. കാറ്റ് പറയുന്ന ഒരു പദമുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുന്ന പർവ്വതം കണ്ടു, ഞാൻ, ഹല്ലേലൂയ, ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ആ പർവ്വതങ്ങൾ എന്നെ തടുത്തു നിർത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ആ പർവ്വതത്തോട് ചോദിക്കാം, പർവ്വതമേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ. പർവ്വതത്തിന് പറയാൻ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. ആ ഭൂമിയിലുള്ള മനുഷ്യർ കണ്ടു, അവർ ചില യന്ത്രങ്ങൾ കൊണ്ടുവന്ന്, ഹല്ലേലൂയ, എന്നെ ഇടിച്ചു മാറ്റുന്നു. ഹല്ലേലൂയ. നമുക്ക് മനുഷ്യരോട് ചോദിക്കാം, മനുഷ്യനെ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? അപ്പോൾ മനുഷ്യൻ പറയാൻ ഒരു കാരണമുണ്ട്, ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ, ഞാൻ ബലവാനൊക്കെയാ. ഹല്ലേലൂയ. എന്നാൽ മരണമാണ് ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ. മനുഷ്യൻ പറയുന്നു, മരണമാണ് ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ. ഹല്ലേലൂയ. നമുക്ക് മരണത്തോട് ചോദിക്കാം, ഹല്ലേലൂയ, നിങ്ങൾ ആരാധിക്കാൻ തയ്യാറാണോ? നമുക്ക് മരണത്തോട് ചോദിക്കാം. ഹല്ലേലൂയ, ആമേൻ. ഹേ മരണമേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ. അപ്പോൾ മരണത്തിന് പറയാൻ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ബലവാനൊക്കെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഇവിടുത്തെ മാനവരാശിയെ മൊത്തം, ഹല്ലേലൂയ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ മരണമാണല്ലേ ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മരണത്തിന് പറയാൻ ഒരു വാക്കുകൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഞാൻ,
2025 വർഷങ്ങൾക്ക് മുൻപ് ഹല്ലേലൂയ ഒരുവനെ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. എന്നാൽ ഓ ജീസസ്, ആമേൻ ആമേൻ ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനാണ് ഏറ്റവും ബലവാനെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരുവനെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. എന്നാൽ അവനുണ്ടല്ലോ ഹല്ലേലൂയ മൂന്നാം നാൾ, ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ മൂന്നാം നാൾ ഹല്ലേലൂയ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട്, കല്ലറയെ തുറന്നുകൊണ്ട്, റിവാനോ ശംദരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ഓ ഗ്ലോറി, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമാക്കിക്കൊണ്ട് ഹല്ലേലൂയ ചരിത്രത്തെ തിരുത്തി എഴുതിക്കൊണ്ട് ഹല്ലേലൂയ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ. അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബലവാൻ. ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ. അവനാൽ കഴിയാത്തൊരു കാര്യം പാരിൽ ഞാൻ കാണുന്നില്ലേ. അവനെപ്പോൾ ക്ഷണത്തിലെന്തും ചെയ്യുന്നവനാരുമില്ലേ. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു അത്ഭുതവാനാണ്. യേശു അതിശയവാനാണ്. ആമേൻ ഹല്ലേലൂയ. യേശുവിനെ കൊണ്ട് കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആമേൻ. നമ്മെ ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് അയച്ചവൻ ഹല്ലേലൂയ ആമേൻ യേശു കർത്താവാണ്. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ ആമേൻ. ആമേൻ. ഈ സാധനം നിങ്ങൾ കണ്ടല്ലോ, മൊബൈലാണ്. ഹല്ലേലൂയ. ഇതെന്റെ മൊബൈലാണ്. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ഇതിനെ പാസ്റ്ററിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഈ മൊബൈലിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ആർക്കാണ്? ആമേൻ ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ ഈ മൊബൈലിനെ അറിയാവുന്നത് ആർക്കാണ്? പാസ്റ്ററിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. പാസ്റ്ററിനാണോ എനിക്കാണോ? ഹല്ലേലൂയ ആമേൻ. ആർക്കാണ്? നിങ്ങൾക്ക് പറയാം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഉടമസ്ഥനാണെന്ന്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മൊബൈലിനെ നിർമ്മിച്ചവനാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ആമേൻ അറിയാവുന്നത് ഹല്ലേലൂയ നിങ്ങളെ ഓരോരുത്തരെയും, നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചവനാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ പല സമയങ്ങളിൽ കടന്നു വരുന്ന ഹല്ലേലൂയ പല വിഷയങ്ങളുണ്ട്, പല പ്രതികൂലങ്ങളുണ്ട്, പല വേദനകളുണ്ട്. ആ വേദനകൾ നിറഞ്ഞ സമയത്ത് ഹല്ലേലൂയ നിങ്ങൾ മറ്റൊന്നിനെയുമല്ല ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ട ഹല്ലേലൂയ ദൈവത്തെ നീ അറിയാൻ തയ്യാറായാൽ ഹല്ലേലൂയ നിന്റെ പരിഭവങ്ങൾ, നിന്റെ വിഷമങ്ങൾ ഹല്ലേലൂയ ആമേൻ നീ ആ ദൈവത്തോട് പറയാൻ നീ തയ്യാറായാൽ ഹല്ലേലൂയ നീ ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും, എത്ര വലിയ വിഷയങ്ങളുടെ നടുവിലായിരുന്നാലും ആമേൻ ഹല്ലേലൂയ നിനക്ക് പരിഹാരം തന്ന് ഹല്ലേലൂയ നിന്റെ വിഷയത്തിന് ആമേൻ ഒരു പ്രോമിസ് തരുന്ന ഒരുവൻ നിന്നോടൊപ്പം ഉണ്ട്. അവൻ നിന്നെ സൃഷ്ടിച്ചവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഗ്ലോറി, ആമേൻ ആമേൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ദൈവം ഹല്ലേലൂയ 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 നമ്മെ അനുഗ്രഹിക്കാത്ത ദൈവമല്ല. ഹല്ലേലൂയ ആമേൻ. ആ ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കേണ്ട വിധം നാം ആരാധിച്ചാൽ ഹല്ലേലൂയ ആമേൻ നമ്മെ അവൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ദേശം കാണുക ഹല്ലേലൂയ ആമേൻ, നമ്മുടെ പരിസരവാസികൾ കാണുക ഹല്ലേലൂയ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആ ദൈവത്തിന് കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എന്നാൽ 2025 വർഷങ്ങൾക്ക് മുൻപ് വരെ ഹല്ലേലൂയ ആമേൻ മരണം വിചാരിച്ചിരുന്നു. ഹല്ലേലൂയ മരണമാണ് ഈ ലോകത്തിലെ ഏറ്റവും ബലവാനെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ മരണത്തെ തോൽപ്പിക്കുന്ന ഒരുവൻ ഹല്ലേലൂയ ഉണ്ടെന്നുള്ള കാര്യം ഹല്ലേലൂയ മരണം അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ ആമേൻ. അവനെയും ഹല്ലേലൂയ കല്ലറയ്ക്കുള്ളിലേക്ക് കടത്തി ഹല്ലേലൂയ കല്ലറയ്ക്കുള്ളിൽ അടക്കി വെക്കാമെന്ന് മരണം വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അരമത്തയിലെ യോസേഫ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയ്ക്കുള്ളിലേക്ക് അവനെ കൊണ്ട് വെച്ചപ്പോഴും ഹല്ലേലൂയ മരണം വിചാരിച്ചു ഞാൻ ജയിച്ചെന്ന്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഹല്ലേലൂയ ഇവൻ ഹല്ലേലൂയ പുറത്തു വരാതെ വന്ന റോമൻ ഹല്ലേലൂയ പടയാളികളെ ഹല്ലേലൂയ കാവൽ നിർത്തി. ഹല്ലേലൂയ ആമേൻ. ഇവൻ ഹല്ലേലൂയ പുറത്തു വരാതിരിക്കാൻ കാവൽക്കാരെ പോലെ നിർത്തിയപ്പോൾ മൂന്നാം നാൾ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടി
പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ ആ കല്ലറ ആമേൻ നമ്മുടെ ശ്രേഷ്ഠാവിന്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടപ്പുണ്ട്. ഹല്ലേലൂയ മറ്റുള്ളവരെ ഹല്ലേലൂയ മറ്റുള്ളവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഹല്ലേലൂയ ഒരേ ഒരുവന്റെ കല്ലറ മാത്രം ഈ ലോകത്തിൽ തുറന്നു കിടപ്പുണ്ട്. ഹല്ലേലൂയ ആമേൻ അവൻ ഹല്ലേലൂയ അവനെ നീ ആരാധിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ മറ്റൊന്നിനെ നീ ആരാധിക്കണ്ട. ഹല്ലേലൂയ നിന്നെ നിർമ്മിച്ച ഹല്ലേലൂയ നിന്നെ അറിയാവുന്ന ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ആ കുരിശുമരം ചുമന്നവനെ ഹല്ലേലൂയ നിനക്ക് വേണ്ടി അടികൊണ്ടവനെ നിനക്ക് വേണ്ടി സഹിച്ചവനെ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വ്യക്തി ഈ ലോകത്തിൽ ഹല്ലേലൂയ ഏൽക്കേണ്ട സകല കഷ്ടതകളും ഹല്ലേലൂയ ഏറ്റാണ് ഹല്ലേലൂയ നമ്മുടെ അമ്മ യേശു കർത്താവ് ഹല്ലേലൂയ ക്രൂശ് മരണം ഹല്ലേലൂയ വഹിച്ചത്. ഹല്ലേലൂയ തുപ്പലേറ്റു, അടികൊണ്ടു, നിന്ന സഹിച്ചു. ഹല്ലേലൂയ കുടിക്കാൻ വെള്ളം പോലും ഹല്ലേലൂയ നല്ലൊരു വെള്ളം പോലും കിട്ടിയില്ല. ഹല്ലേലൂയ ആമേൻ തന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തം വരെയും ഹല്ലേലൂയ ആമേൻ തന്റെ ശരീരത്തിൽ നിന്നും ഹല്ലേലൂയ തറയിലൂടെ പാഞ്ഞൊഴുകാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ അവസാനം രക്തമില്ലാതെ ഹല്ലേലൂയ ശരീരത്തിലെ വെള്ളം പോലും പുറത്തേക്ക് പോയി. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ആമേൻ സകലരും വിചാരിച്ചു ഇതോടുകൂടി ഇവൻ തീർന്നെന്ന്. ആമേൻ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഒരു വാക്കുകൂടി ഞാൻ അതിന് ആമേൻ കയറ്റി പറയാം. ഹല്ലേലൂയ സകലരും വിചാരിച്ചു ഹല്ലേലൂയ ക്രിസ്തു മതം അവിടെ തീർന്നെന്ന്. ഹല്ലേലൂയ സകലരും വിചാരിച്ചു ഹല്ലേലൂയ ഇവനോടുള്ള ആമേൻ ആരാധന അവിടെ തീർന്നെന്ന്. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ആമേൻ ഹേ ലോകമേ ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ അത് ഹല്ലേലൂയ ആമേൻ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ നീ അത് ഹല്ലേലൂയ ചിന്തിക്കും മുമ്പേ ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ പൊട്ടിക്കത്തക്ക വിധം ഹല്ലേലൂയ ഒരു പ്രവൃത്തി അതിന് മുന്നിൽ ആമേൻ ഹല്ലേലൂയ ആക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന്റെ നിരൂപണമല്ല അത്. ഹല്ലേലൂയ നമ്മൾ ആമേൻ എന്ത് ഹൃദയത്തിൽ ചിന്തിക്കുന്നുവോ ഹല്ലേലൂയ അതിന് മുന്നേ ഹല്ലേലൂയ ഒരു പരിഹാരം ഹല്ലേലൂയ വരുന്നുണ്ട്. ആമേൻ നമ്മെ നിർമ്മിച്ചവൻ ഹല്ലേലൂയ മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറം പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ എന്നാൽ അത് ഹല്ലേലൂയ റോമൻ ഗവൺമെന്റിന് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ ആമേൻ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ തന്റെ ശരീരത്തിലെ രക്തം മൊത്തം പോയി ഹല്ലേലൂയ ജീവൻ വിട്ടപ്പോൾ റോമൻ ഗവൺമെന്റ് വിചാരിച്ചു അല്ലേ ഈ ബോഡിയെ കൊണ്ട് ഇനി ഉപയോഗമില്ല, ഇതിനി ചലിക്കത്തില്ല. ഹല്ലേലൂയ എന്നാലും അവർക്ക് ചെറിയ സംശയമുണ്ടായിരുന്നു. ഹല്ലേലൂയ എന്നാൽ ആമേൻ കാവലിന് പോലും ആളെ വെച്ചു. ഹല്ലേലൂയ ആമേൻ എന്നാൽ റോമൻ ഗവൺമെന്റ് കൊടുത്ത ഹല്ലേലൂയ തനിക്ക് ധരിപ്പിച്ച ആ വസ്ത്രത്തെ അവൻ അവിടെ ഊരി വെച്ചേച്ച് ഹല്ലേലൂയ റോമാലിനെ അവിടെ ചുരുട്ടി വെച്ചേച്ച് ഗ്ലോറി ഹല്ലേലൂയ അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. ലോകം അവന്റെ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തെ അവിടെ ഊരി വെച്ച് ഇതെനിക്ക് വേണ്ട. ആമേൻ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഓ ജീസസ് ആമേൻ ലോകം തരുന്നത് എനിക്ക് വേണ്ട. ഹല്ലേലൂയ ഗ്ലോറി എനിക്കൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ ഗ്ലോറി ഗ്ലോറി ഞാൻ അവിടേക്ക് പോകുന്നു. ഹല്ലേലൂയ ഞാൻ ഇനിയും വരും. ഹല്ലേലൂയ ആമേൻ എന്തിനു വരും? നമ്മെ ചേർപ്പാൻ വരും. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ റോമൻ ഗവൺമെന്റ് ഹല്ലേലൂയ ആമേൻ ആ കുരിശുമരത്തിൽ ഹല്ലേലൂയ യേശുവിനെ ഹല്ലേലൂയ ആണികൾ കൊണ്ട് തറയ്ക്കുമ്പോൾ ഹല്ലേലൂയ താൻ ജീവൻ ഹല്ലേലൂയ വെടിയുന്നത് വരെ ഹല്ലേലൂയ മനുഷ്യർക്ക് അവനെ കാണാമായിരുന്നു, അവനെ തൊടാമായിരുന്നു. ഹല്ലേലൂയ എന്നാൽ ആമേൻ ഇനി ഹല്ലേലൂയ റോമൻ ഗവൺമെന്റിന് പോലും ഹല്ലേലൂയ അവനെ തൊടാനോ അവന്റെ രോമത്തിൽ തൊടാൻ കഴിയാത്ത വിധം ഗ്ലോറി ഹല്ലേലൂയ ആമേൻ 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 അവന്റെ മരണം കാരണം ഹല്ലേലൂയ റോമൻ ഗവൺമെന്റ് കാരണം ഹല്ലേലൂയ അവനെ ഇനി തൊടാൻ കഴിയാത്ത വിധം ഹല്ലേലൂയ അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി ആമേൻ ആമേൻ അവന്റെ മക്കൾക്കെതിരെ ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ആമേൻ ആരൊക്കെ പ്രതികൂലമായി നിന്നാലും ഹല്ലേലൂയ അവന്റെ മക്കൾക്കെതിരെ ആരെല്ലാം എഴുന്നേറ്റാലും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തന്റെ മക്കളെ സ്നേഹിക്കുവാൻ തന്റെ മക്കളെ വിടുവിക്കുവാൻ അവൻ ഇന്നും വരും, ഇനിയും വരും, ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് അവൻ. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ആ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആമേൻ ദൈവത്തെ ഹല്ലേലൂയ പൂർണ്ണമായി ഹല്ലേലൂയ വിശ്വസിക്കുവാനും പൂർണ്ണമായി ആരാധിക്കാനും ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ ആമേൻ ഗ്ലോറി ഹല്ലേലൂയ മരണത്തെ പേടിയില്ലാത്തവർ ഹല്ലേലൂയ ആമേൻ നിന്ന് സഹിക്കേണ്ടി വന്നാലും പഴികൾ ഏൽക്കേണ്ടി വന്നാലും ഹല്ലേലൂയ അടി കൊള്ളേണ്ടി വന്നാലും ഹല്ലേലൂയ ഇതെല്ലാം നന്മയ്ക്കാണെന്ന് ഹല്ലേലൂയ ഗ്ലോറി നന്മയ്ക്കാണെന്ന് എണ്ണിക്കൊണ്ട് ഹല്ലേലൂയ ഗ്ലോറി ആമേൻ 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 തന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിവുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ
ഗ്ലോറി. ആമേൻ, ആമേൻ, ആമേൻ. തനിക്ക് വേണ്ടി നിൽക്കുന്നവനെ ഹല്ലേലൂയ വെറുതെ വിട്ടേച്ചു പോകുന്നവനല്ല. ആമേൻ, അവരെ അനുഗ്രഹിക്കുന്നവനാണ് അവൻ. ഹല്ലേലൂയ. ആമേൻ, ജീസസ്. ആമേൻ. നമുക്ക് ഇയ്യോബിനെ കുറിച്ച് അറിയാം. ഹല്ലേലൂയ. തനിക്ക് സകലവും നഷ്ടപ്പെട്ടു. ആമേൻ, ആമേൻ. പിശാച് വിചാരിച്ചു ഇതോടുകൂടി അവൻ എന്നെ തള്ളി പറയുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ദൈവ സ്നേഹം ഉള്ളിലുള്ളവൻ ഹല്ലേലൂയ ദൈവത്തെ തള്ളി പറയില്ല. ഹല്ലേലൂയ. ആമേൻ, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിശാചിന്റെ പദ്ധതികൾ അവിടെ പൊളിയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ പ്ലാൻ ജയിച്ചു. ഹല്ലേലൂയ. ആമേൻ. തന്റെ വിശ്വാസം മുറുകെ പിടിച്ചിരുന്ന ഭക്തനെ കണ്ടേച്ച് ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിന്റെ ഹല്ലേലൂയ മടങ്ങുകൾ ഹല്ലേലൂയ ആമേൻ അവന് നൽകാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ വേദനകൾ കടന്നു വരുമ്പോൾ, ആമേൻ കരയുമ്പോൾ, ഹല്ലേലൂയ നീറുമ്പോൾ, ഹല്ലേലൂയ വിഷമങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ ദൈവത്തെ തള്ളിപ്പറയാതെ, ഹല്ലേലൂയ ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ ആമേൻ ഇതെല്ലാം എനിക്ക് കടന്നു വന്നത് ഹല്ലേലൂയ എൻ്റെ ആമേൻ ഇതുവരെ ഉള്ളതിനേക്കാൾ ഒരു ഉയർച്ചയ്ക്കാണെന്ന് ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ട്, ഹല്ലേലൂയ ആ ദൈവത്തിൽ ഒന്നുകൂടെ ഹല്ലേലൂയ മുറുകെ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ ആ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആമേൻ ഉറപ്പോടെ നിൽക്കാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ നിന്റെ അനുഗ്രഹം അത് വലുതായിരിക്കും. ഹല്ലേലൂയ. ആമേൻ, ജീസസ്. ആമേൻ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോയാൽ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ലോത്തിൻ ഭാര്യ പോലെ ഹല്ലേലൂയ പിന്മാറിയാൽ ആമേൻ ഉപ്പ് തൂണായി പോകും. ഹല്ലേലൂയ. ആമേൻ ഉറച്ചു നിന്നാൽ ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം ഒത്തിരിയായി. ഹല്ലേലൂയ. ആമേൻ, ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഹല്ലേലൂയ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്? ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്? ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞു ഹല്ലേലൂയ സ്വർഗത്തിൽ പോകാൻ ഹല്ലേലൂയ നമ്മെ നിയന്ത്രിച്ചാൽ നമുക്ക് പോകാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപങ്ങൾ ചെയ്യരുത്. ഹല്ലേലൂയ. പാപപ്രവൃത്തികളിൽ ഏർപ്പെടരുത്. ഹല്ലേലൂയ. നമ്മെ സൃഷ്ടിച്ചവനെ ഹല്ലേലൂയ ആരാധിക്കാൻ തയ്യാറാവുക. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ നിങ്ങൾ എല്ലാവരും ഒരുമാതിരി ഇരിക്കുന്നത്? ഹല്ലേലൂയ. മരണത്തെക്കുറിച്ച് കേട്ടതുകൊണ്ടാണോ? ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഒന്നുമില്ലായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ധനവാന് ഹല്ലേലൂയ ആമേൻ ഭൂമിയിൽ ഹല്ലേലൂയ ആനന്ദിക്കാനായിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ തനിക്ക് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞില്ല. ആമേൻ. എന്തുകൊണ്ട്? ഹല്ലേലൂയ സൃഷ്ടാവിനെ അവന് ഹല്ലേലൂയ ഏറ്റുകൊള്ളാൻ പറ്റിയില്ല. ഹല്ലേലൂയ. താൻ ഹല്ലേലൂയ മരിച്ചു പോയപ്പോൾ, ഹല്ലേലൂയ നരകത്തിൽ പോയപ്പോൾ, ഹല്ലേലൂയ അവിടെ നിന്ന് സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ഹല്ലേലൂയ ഒരുവനെ കണ്ടേച്ച്, ലാസറിനെ കണ്ടേച്ച് പറഞ്ഞു, ഹല്ലേലൂയ ഇവനെ എൻ്റെ വീട്ടിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. എന്തിനാ? അബ്രഹാം പിതാവിനോട് പറഞ്ഞു, ഇവനെ എൻ്റെ വീട്ടിലേക്ക് അയക്കണമേ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഹല്ലേലൂയ. അവരോട് ഇവൻ ചെന്ന് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, ഹല്ലേലൂയ അവരോട് സുവിശേഷം പറയാൻ ഞാൻ ഭൂമിയിൽ ഹല്ലേലൂയ ആമേൻ വേറെ ആളുകളുണ്ട്. ഹല്ലേലൂയ. അവർ പറയട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഈ ധനവാൻ പറഞ്ഞത്, ഇവിടെ മരിച്ച് ഹല്ലേലൂയ ഈ സ്വർഗത്തിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവർ വിശ്വസിക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ വിശ്വസിച്ച് നീ സ്വർഗത്തിൽ പോകണ്ട. ഹല്ലേലൂയ. നീ സ്വർഗത്തിൽ ഹല്ലേലൂയ നീ ഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നിന്നെ സൃഷ്ടിച്ചവനെ ഹല്ലേലൂയ നീ തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ അവനെ ആരാധിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ പാപത്തിൽ നിന്ന് ഹല്ലേലൂയ വിട്ടു നിൽക്കാൻ തയ്യാറായാൽ നിനക്കൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ സ്വർഗരാജ്യത്തിന് ഹല്ലേലൂയ അവകാശികളായി തീരാൻ ഹല്ലേലൂയ നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയുമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.